കേരളത്തിന്റെ തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളെ കടക്കണിയിലാക്കി സ്വകാര്യ ബാങ്കുകൾ വീണ്ടും രംഗത്ത്. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചാണ് ബാങ്കുകൾ വീണ്ടും സജീവമാകുന്നത്. കടമായി നൽകുന്ന പണത്തിന്റെ 3 ഇരട്ടിയാണ് പലിശയടക്കം തിരിച്ചടക്കേണ്ടത്. നമുക്ക് ആ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആദ്യം കാണാം. ഒരു കാലത്ത് കുബേരയിലും മറ്റും ഉൾപ്പെടുത്തി കേസെടുത്തതിന് ശേഷം പിൻവാങ്ങിയ വൻകിട പലിശ ഇടപാട് സ്ഥാപനങ്ങളാണ് മലയാളികളായ ഏജന്റുമാരെ ഉപയോഗിച്ച് ഇപ്പോൾ വായ്പ നൽകി വരുന്നത്. ഇടപാടുകൾ പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളെ പെട്ടെന്ന് വെട്ടിലാക്കാൻ കഴിയും. ഒടുവിൽ ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ കോടതി ഉത്തരവുമായി എത്തുമ്പോഴാണ് പറ്റിക്കപ്പെട്ട വിവരം ഇവരറിയുന്നത്. ആദ്യം 5 ലക്ഷം രൂപ എടുത്തത്, പിന്നെ പേരയുടെ പണി തീരാൻ കാരണം 2 ലക്ഷം രൂപയുടെ പുതുക്കി എടുത്തു. അതിങ്ങനെ അടച്ചു പോകുന്നു. അത് ഇപ്പോൾ പാടില്ലാത്ത കാരണം കൊണ്ട് നോട്ടീസ് വന്ന് അതിപ്പോൾ അടക്കാൻ ഒക്കുന്നില്ല. 15,500 രൂപ. അത് 20 വർഷം. 400 രൂപ കണ്ട് കയറുന്നുള്ളൂ. വലിയ കടക്കണിയിൽപ്പെട്ട വിവരമറിയുന്നതോടെ പലരും നാണക്കേട് ഭയന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കാറുണ്ട്. നാട്ടുകാരും ജനപ്രതിനിധികളും ഇടപെട്ടാണ് ഒത്തുതീർപ്പിൽ ഇതെത്തിക്കുന്നത്. 8 ലക്ഷം രൂപ എടുക്കുന്ന വ്യക്തി അടയ്ക്കേണ്ടി വരുന്നത് 24 ലക്ഷത്തിലധികം രൂപയാണ്. ഇതിനിടയിൽ തവണ അടവ് മുടങ്ങിയാൽ വീണ്ടും അതിരട്ടിയാകും. ചേർത്തല അർത്തങ്കൽ ഭാഗത്ത് താമസിക്കുന്ന നിരവധി ആളുകളാണ് ഇവരുടെ കെണിയിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരായ ചെറുപ്പക്കാരെ വിലക്കെടുത്താണ് ഇവർക്കിടയിലേക്ക് വിടുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.